ഇന്ന് നമുക്ക് നല്ല മസാലക്കടല റെഡിയാക്കി എടുക്കാം. ഇത് നല്ല ചൂട് കട്ടനപ്പം വൈകുന്നേരം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് കടലയാണ്. ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മസാലപ്പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ ആയിട്ട് വെള്ളം തെളിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ 1/2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ കടലകൾ ഓരോന്നും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കണം. ഇട്ടുകൊടുക്കുമ്പോൾ കയ്യുമ്മക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇട്ടുകൊടുത്ത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ടുകൊടുക്കണം. ഏകദേശം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്ത് ഇതിലേക്ക് വെളുത്തുള്ളി തൊലിയോട് കൂടെ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല മൊരിഞ്ഞ മസാല കടല റെഡിയായി. നമുക്ക് കടയിലേക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല മൊരിഞ്ഞ മസാല കടല റെഡിയാക്കി എടുക്കാം. നല്ല ചൂട് കട്ടനപ്പവും അതുപോലെ തന്നെ വെറുതെ കുറച്ചുകൊണ്ടിരിക്കാനും നല്ല ടേസ്റ്റാണ്.